അപ്പോൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. പനിയും കാര്യങ്ങളൊന്നുമല്ല. മോള് ഇന്നലെ 8ൻ്റെ പണിയാണ് തന്നിട്ടുള്ളത്. അവള് ചെവിയിൽ ബെഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബെഡ്സ് ഇട്ടിട്ട് ചെവിയിൽ നിന്ന് ബ്ലഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ രാവിലെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെവിയുടെ പാട പൊട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, 8-10 വയസ്സ് വരെ അത് ഓട്ടോമാറ്റിക്കലി റെഡി ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഫെക്ഷനും കാര്യങ്ങളും വരാതിരിക്കാൻ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി ചെവിയിൽ എന്തെങ്കിലും ഇടുമെന്ന് ചോദിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ് കേട്ടോ അലിമോള്. അപ്പോൾ അതേ കുഴപ്പമൊന്നുമില്ല, മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമക്കളുള്ള എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെവിയിൽ ഇടാതെ നോക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ടായിരുന്നാണ് ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവളെ ചെവി ക്ലീനാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, പുറത്ത് ചോരയൊക്കെ തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കത് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ കുറ്റിപ്പുറം ആമാന ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞ് നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളെ കാത്ത് നിൽക്കുകയാണ്. പിന്നെ അതേ നമ്മുടെ ചെമ്പിക്കപ്പുഴയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പുഴയിലൊക്കെ നിറയെ വെള്ളമായിട്ടുണ്ട്. ഇന്ന് മഴയ്ക്കൊരു